وسلم خذ بأيدينا قلت حيلتنا أدركنا. ബഹുമാനികളെ, വുളൂ ചെയ്ത് കഴിഞ്ഞു മയ്യത്തിൻ്റെ. അപ്പോൾ കുളിപ്പിക്കുന്നതിന് മുമ്പാണ് വുളൂ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണ് ഇന്നും ജുമാക്ക് കുളിക്കുമ്പോൾ കുളിയുടെ മുമ്പാണ് വുളൂ ചെയ്യേണ്ടത്. കുളിയുടെ സുന്നത്തായി പറയുമ്പോൾ കുളിയുടെ സുന്നത്തുകൾ എണ്ണി പറയുന്ന കൂട്ടത്തിൽ ആദ്യം വുളൂ പറയുന്നുണ്ട്. ആരെങ്കിലും അങ്ങനെ കുളിയുടെ മുമ്പ് വുളൂ ചെയ്യുന്നില്ല എങ്കിൽ ഇപ്പം തന്നെ ആ സുന്നത്തെടുത്ത് ശീലിക്കണം, നല്ലതാണ്. മരിച്ചാൽ നിൽക്കണ്ട. മരിച്ചു കഴിഞ്ഞാൽ വേറെ ആളുകൾ വന്നിട്ട് നമുക്ക് വുളൂ ചെയ്തു തരും. ആ സാധു ജീവിതത്തിൽ ഒരിക്കലും കുളിക്കുന്നതിന് മുമ്പ് വുളൂ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ കുളിയുടെ മുമ്പ് ഒരു വുളൂ സുന്നത്തുണ്ട്. ആ വുളൂ പൂർണ്ണമായ വുളൂ തന്നെ ആവുകയും വേണം. മയ്യത്തിനെ കുളിപ്പിക്കാൻ പോവാ. സുമ്മ യഗ്സിലു റഅ്സഹു, ആദ്യം കുളിപ്പിക്കേണ്ടത് തലയാണ്. തലയെ കുളിപ്പിക്കുമ്പോൾ നല്ല സോപ്പ് പതപ്പിച്ച വെള്ളം കലക്കി വെക്കുക. സോപ്പ് തലയിൽ കൂടെ സോപ്പ് വെക്കാൻ പോണ്ട. സോപ്പ് ആദ്യം വെള്ളത്തിലിട്ടിട്ട് കലക്കിയിട്ട് ആ വെള്ളം തലയിൽ ഒഴിച്ചിട്ട് നല്ല പോലെ വൃത്തിയാക്കിയിട്ട് എന്ത് ചെയ്യുക, കഴുകി കൊടുക്കുക. ഫലിഹ്യതഹു, പിന്നെ താടിയാണ്. താടിമ എല്ലാവർക്കും രോമം വേണം കേട്ടോ, മൊട്ടത്താടി വേണ്ട. അത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമല്ല, വടിക്കണത് ഇഷ്ടമല്ല എന്ന് പലപ്പോഴും പറയാറുണ്ട്. വടിയൊക്കെ നിർത്തേണ്ട സമയമായിട്ടുണ്ട്. അതിന് ചിലവാക്കുന്ന കാശൊക്കെ വേണമെങ്കിൽ ഒരു കുറ്റി കിട്ടച്ചാൽ മതി, ബ്ലേഡിനുള്ള കാശ്. നല്ല സൂപ്പറായിട്ട് എന്ത് ചെയ്യുക, താടിയൊക്കെ വടിക്കാതെ വെട്ടി ശരിയാക്കി വെക്കുക. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. കുറേ കാലം വടിച്ച താടിയൊക്കെ അതൊക്കെ കുറ്റങ്ങളാണെന്ന് മനസ്സിലാക്കണം. തെറ്റാണ്, കുറ്റമാണ്, അതിനൊക്കെ ശിക്ഷയുണ്ട് എന്ന് മനസ്സിലാക്കണം. കണ്ണാടിക്കൊക്കെ നോക്കിയിട്ട് താടിയൊക്കെ ഒന്ന് സെറ്റാക്കി കുറേശ്ശെ വെക്കാൻ നോക്കുക എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഫയുസരിഹുമാ, എന്നിട്ട് തലയും താടിയൊക്കെ വാർന്നു കൊടുക്കുക. അപ്പോൾ വാർന്നു കൊടുക്കണം എന്ന് പറയുമ്പോൾ ചീർപ്പെടുത്തിട്ട് വാർന്നു കൊടുക്കണം. അപ്പോൾ മയ്യത്ത് കുളിപ്പുരയിലേക്കൊരു ചീർപ്പ് കൊണ്ടുപോകണം. എങ്ങനത്തെ ചീർപ്പാണറിയോ? ബിമിഷ്തിൻ വാസിഉൽ അസ്നാൻ, പല്ലുകളൊക്കെ വിശാലമായ, അങ്ങനെ തിക്കുള്ള ചീർപ്പല്ല. ഇപ്പം നമ്മൾ വാരാൻ ഉപയോഗിക്കുന്ന ചീർപ്പ് അല്ല, തിക്കുള്ള ചീർപ്പേക്കാർ. പല്ലൊക്കെ നല്ല ഇടയുള്ള, നല്ല വാരാൻ പറ്റിയ, മയ്യത്തിൻ്റെ തല വാരാനും താടി വാരാനൊക്കെ ചീർപ്പ്. നല്ല ഉഷാറായിട്ട് പുതിയാപ്പിള ഇറങ്ങല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മരണം മയ്യത്തിൻ്റെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മാനമാണ്, തുഹ്ഫയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നല്ല ഉഷാറായിട്ട് പോയിക്കോട്ടെ. അപ്പോൾ താടിയും തലയൊക്കെ ഒന്ന് ചീർപ്പിട്ട് വാർന്ന് ബിരിഫ്തിൻ, വളരെ മൃദുലമായ രീതിയിൽ മയത്തോടു കൂടെയാണ് വാർന്നു കൊടുക്കേണ്ടത്. വാരുമ്പോൾ ശ്രദ്ധിക്കണം, ചാടിയ മുടി ഉണ്ടാവും. ആ മുടിയെ യന്തസിഫു മിൻ ശഅരിഹി, ആ മുടിയിൽ നിന്ന് ചാടിപ്പോയ മുടിയൊക്കെ എന്ത് ചെയ്യണം, എടുത്തു വെക്കണം. എന്നിട്ട് അതിനെ വെക്കേണ്ടത് എവിടെ? ഫി കഫനിഹി, ആ കഫംപുടയിൽ വെക്കണം. മുഖത്തുനിന്നും താടിയെന്നൊക്കെ ചാടിയതായ മുടിയെ കഫംപുടയിൽ എടുത്തു വെക്കണം. എന്തിനു വേണ്ടിയിട്ട്? ലിയുദ്ഫന മഅഹു, ആ മയ്യത്തിൻ്റെ കൂടെ മറമാടാൻ വേണ്ടിയിട്ട്. ഇൻഷാ അല്ലാഹ്. അപ്പം താടിയും തലയും ഒക്കെ താളിയിട്ട് നല്ല സോപ്പിട്ട്, അല്ലെങ്കിൽ ഒന്നുകിൽ താളി അതല്ലെങ്കിൽ സോപ്പ്. ബഹുമാനപ്പെട്ട ഖതീബ് ശർബീനി റളിയല്ലാഹു അൻഹു പറയുന്നു, സിദർ താളി ഉപയോഗിച്ചുകൊണ്ട് ആണ് തലമുടി കഴുകി കൊടുക്കേണ്ടത്. ബിസിദ്രിൻ വനഹ്വിഹി വസ്സിദ്റു ഔല, താളിയാണ് ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ സോപ്പൊക്കെ ഉപയോഗിച്ച് നല്ല ഉഷാറായിട്ട് പതപ്പിച്ച് മുടിയും
താടിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി കൊടുത്ത് അതിനെ പിന്നെ തോർത്തിക്കൊടുത്ത് അത് വാർന്ന് വെച്ച് പെണ്ണാണെങ്കിൽ ആ മുടിയൊക്കെ മുടഞ്ഞിട്ട് കൊടുക്കണം. 3 ഭാഗത്തേക്കായിട്ട് മുടഞ്ഞിട്ട് കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കിയുള്ള ഭാഗം സംസാരിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. വെള്ളിയാഴ്ചയാണിന്ന്, നല്ല ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളുടെ നേതാവാണ്. ഇന്നത്തെ സുബഹ് അതാ ആയിട്ട് നിസ്കരിക്കാൻ, ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ തൗഫീഖ് ചെയ്ത അള്ളാഹുവിന് നമ്മൾ സ്തുതിക്കാൻ. അള്ളാഹുവെ, ഞങ്ങൾക്ക് ഒരുപാട് ഇതുപോലെയുള്ള ജമാഅത്ത് നിസ്കാരങ്ങൾക്ക് അതിലൊക്കെ പങ്കെടുത്ത കൂലി ഞങ്ങൾക്ക് നീ നഷ്ടപ്പെടുത്തരുത് റഹ്മാൻ. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഖൈറിലാക്കി തീർക്കണേ റഹ്മാൻ. ഇന്നത്തെ ദിവസത്തിൽ വല്ല ആഫത്തോ അടങ്ങാറോ മുസീബത്തോ ഞങ്ങൾക്ക് നിന്റെ ഖളായിലുണ്ടെങ്കിൽ അതൊക്കെ തട്ടിമാറ്റണേ റഹ്മാൻ. അള്ളാഹുവേ, ഞങ്ങളുടെ മരണങ്ങളൊന്നും നീ പെട്ടെന്നാക്കല്ല റബ്ബെ. മരിച്ചു പോയവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു തരുമാറാവട്ടെ. പാപങ്ങളില്ലാത്ത ഒരു ജീവിതം ഇനി അങ്ങോട്ട് നയിക്കാൻ, തുടരാൻ അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണേ റബ്ബെ. വിശുദ്ധ ഖുർആൻ ഓതുവാനും ദിക്റുകൾ സ്വലാത്തുകൾ നിത്യമാക്കുവാനും ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ ശരീരത്തിൽ കയറിക്കൂടിയിട്ടുള്ള മുഴുവൻ രോഗങ്ങളെയും രോഗാണുക്കളെയും നീ നീക്കിക്കളയണേ അല്ലാഹ്. അല്ലാഹുവേ, മാറാ രോഗങ്ങളെ കൊണ്ട് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഗർഭിണികളായ ഒരുപാട് സ്ത്രീകളുണ്ട്. ഖൈറായ പ്രസവങ്ങൾ നൽകി സഹായിക്കണേ അല്ലാഹ്. അംഗവൈകല്യങ്ങളില്ലാത്ത മക്കളെ കൊടുക്കണേ അല്ലാഹ്. വിവാഹപ്രായമെത്തി നിൽക്കുന്ന ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. ഖൈറായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പള്ളിയെ സഹായിച്ചവരും സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവരുമായ ആളുകളെ നീയും സഹായിക്കണേ അല്ലാഹ്. പള്ളിയുടെ നിർമ്മാണം എത്രയും പെട്ടെന്ന് അറിയാത്ത വഴിയിലൂടെ നീ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഖബർസ്ഥാനിൽ മറമാടപ്പെട്ട് കിടക്കുന്ന ഞങ്ങളെ ഉപ്പമാർ, ഉമ്മമാർ, സഹോദര സഹോദരിമാർ, ഭാര്യമാർ, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. റബ്ബനാ അലൈക തവക്കൽനാ വഇലൈക അനബ്നാ വഇലൈക്കൽ മസീർ ഫാത്തിറ السماوات والأرض أنت ولينا في الدنيا والآخرة توفنا مسلمين وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين.